ശബരിമലയിൽ മോഷണം നടത്തിയ പാർട്ടിക്ക് കേരള ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയോധ്യയിൽ മോഷണം നടത്തിയ പാർട്ടിക്ക് യു.പിയുടെ ഭരണം നഷ്ടപ്പെടുമെന്നുള്ളത് നിശ്ചയമാണ്. അത് ജനങ്ങളുടെ ഒരു വികാരമാണ്. ഏത് നരേന്ദ്രമോദിയുടെയും ഏത് യോഗിയുടെയും കാപട്യങ്ങൾക്കും ചപ്പടി വിദ്യകൾക്കും അതിനെയൊന്നും പിടിച്ചു നിർത്താനാകില്ല. യോഗി ആദിത്യനാഥ് ഇപ്പോൾ സംഘപരിവാർ നേതാക്കളെയെല്ലാം തള്ളിപ്പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ബി.ജെ.പിയുടെയും ആർ.എസ്.എസിൻ്റെയും പിൻബലത്തിൽ തന്നെയാണ് ഈ മോഷണം നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഏറ്റവും വലിയ തെളിവായി അയോധ്യയിലെ CCTV ദൃശ്യങ്ങൾ മാറുകയാണ്. അതായത് അയോധ്യ രാമക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളിൽ തെളിയുന്നത് ഈ വൻ കൊള്ളയുടെ പച്ചയായ ചിത്രങ്ങൾ തന്നെയാണ്. കൈനീട്ടക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 45 ദിവസത്തെ CCTV ഫുട്ടേജുകളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചിരിക്കുന്നത്. സംഭാവനയായി കിട്ടുന്ന കോടിക്കണക്കിന് പണം എണ്ണുന്ന പിൽഗ്രീം ഫെസിലിറ്റി സെൻ്ററിലെ ഈ ദൃശ്യങ്ങളിൽ പണക്കെട്ടുകൾ അടിച്ചു മാറ്റുന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. അറസ്റ്റിലായ 8 പേരിൽ 5 പേരും പണക്കെട്ടുകൾ വസ്ത്രങ്ങൾക്കുള്ളിലും സോക്സിലുമൊക്കെയായി പൂഴ്ത്തിവെക്കുന്നതും ഇതിൽ എടുത്തുകൊണ്ടുപോകുന്നതുമായ ദൃശ്യങ്ങൾ വരെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പരമാവധി 45 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് സൂക്ഷിക്കുന്നത് എന്നിരിക്കെ അതിനു മുൻപ് നടന്നിട്ടുണ്ടാവുമായിരുന്ന അഴിമതിയുടെ ദൃശ്യങ്ങൾ ലഭ്യമല്ല. എങ്കിലും ഇതിൽ തന്നെ മോഷണത്തിൻ്റെ എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. അതുപ്രകാരം ഈ വ്യക്തികളുടെയൊക്കെ വീടുകളിലും മറ്റും പോലീസ് നടത്തിയ പരിശോധനകളിലാണ് 80 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തത്. അറസ്റ്റ് ചെയ്യപ്പെട്ട 8 പേരിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും VHPയുടെ വൈസ് പ്രസിഡന്റുമായ ചമ്പത് റോയുടെ ഡ്രൈവർ ടിന്നു യാദവും പ്രധാനപ്പെട്ട പ്രതിയാണ്. മറ്റൊരാൾ ടിന്നു യാദവിൻ്റെ അനന്തരവൻ മനീഷ് യാദവാണ്. പോലീസ് പണം പിടിച്ചെടുത്തവരുടെ കൂട്ടത്തിൽ ഈ മനീഷും പ്രധാനമായുണ്ട്. ഇവരെല്ലാം സംഘപരിവാറുകാരുമായി അടുത്ത ബന്ധം മാത്രമല്ല, അതിൻ്റെ ധീരയോദ്ധാക്കൾ കൂടിയാണ് എന്നുള്ളത് വ്യക്തമാകുന്നു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഭണ്ഡാരങ്ങളിൽ ഭക്തന്മാർ നിക്ഷേപിക്കുന്ന സംഭാവനകൾ എണ്ണാൻ മാത്രം 50ഓളം പേരെയാണ് ട്രസ്റ്റ് നിയോഗിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ ഒരു കുത്തഴിഞ്ഞ രീതിയിലാണ് നടന്നിരുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് കട്ടെടുക്കുന്ന പണം സൂക്ഷിക്കാനും കട്ടെടുക്കുന്ന പണത്തെക്കുറിച്ച് പുറം ലോകം അറിയാതെ ഇരിക്കാനുമുള്ള തങ്ങളുടെ വിശ്വസ്തരെ മാത്രമാണ് ഈ ജോലിക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നർത്ഥം. പല ജീവനക്കാരും പരസ്പരം കുടുംബ ബന്ധമുള്ളവരോ ട്രസ്റ്റ് അംഗങ്ങളുടെ ബന്ധുക്കളോ ആണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജീവനക്കാരെ ഒരു പരിശോധനയും കൂടാതെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. മാത്രമല്ല കൗണ്ടിംഗ് സെൻ്ററിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനും പുറത്തു പോകുന്നതിനും യാതൊരു നിയന്ത്രണങ്ങളിലുമില്ല എന്നുള്ളതും റിപ്പോർട്ടിൽ പറയുന്നു. ചമ്പത് റായിയുടെ സഹായികൾ CCTVയെ വെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ടൈംസ് നൗ ചാനൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. എന്നാൽ മറ്റു പ്രധാന ക്ഷേത്രങ്ങളായ തിരുപ്പതി, ജഗന്നാഥ ക്ഷേത്രം, വൈഷ്ണവദേവി ക്ഷേത്രം, സിദ്ധിവിനായക്, അതുപോലെ കാശി വിശ്വനാഥ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം സംഭാവന ശേഖരിക്കുന്നതിനും എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനും സുതാര്യമായ സംവിധാനങ്ങളാണുള്ളത്. അതിന് രാഷ്ട്രീയത്തിന് അതീതമായി വലിയൊരു കമ്മിറ്റിക്ക് അവിടെ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്രക്കൊള്ള RSSഉം BJP സർക്കാരുകളും പ്രതിക്കൂട്ടിലാകുകയും ഭരണം തന്നെ പലയിടത്തും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുമായ ഒരു കേസാണ്. ഇതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷതയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇനി 8 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന UPയിൽ ആദ്യം ഭരണം പോയാൽ നരേന്ദ്രമോദി ഒരു നിമിഷം ആ കസേരയിൽ ഇരിക്കില്ല എന്ന സൂചന നൽകിക്കഴിഞ്ഞു. ഏതായാലും ശബരിമലയിലും പിണറായി വിജയൻ ആദ്യം കൈകൾ ശുദ്ധമാണെന്നാണ് പറഞ്ഞിരുന്നത്. അവസാനം കറ പുരണ്ട കൈകൾ ജനങ്ങൾ തന്നെ ബന്ധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് തന്നെയാണ് UPയിലെയും BJPയുടെ അവസ്ഥ.